കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയില്ലേ? അപ്പൊ എന്താണ് ആൾക്കാരുടെ റെസ്പോൺസ് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡുകളെ പറ്റിയിട്ട്? കൊറേയൊന്നും പോയില്ല കുഞ്ഞെ. പോയില്ല? 1-2 സ്ഥലത്ത് പോയി. കാരണം നമ്മുടെ ആഗ്ര താജ്മഹല് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതൊന്ന് പോയി കണ്ടു. പിന്നെ എനിക്കൊരു നാഷണൽ അവാർഡ് ഫോർ ഒരു അവാർഡ് കിട്ടിയായിരുന്നു, സ്വാമിനാഥൻ മംഗളം. അത് പോയി വാങ്ങിക്കാൻ പോയി. പക്ഷേ എവിടെ ചെന്ന് കഴിഞ്ഞാലും എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത്, ആ കുട്ടികൾ എങ്ങനെ പാടുന്നു, ഇതെങ്ങനെയാപ്പാ ഇങ്ങനെ പാടുന്നത്? ഞാൻ പറഞ്ഞു ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു മായാലീലകളാണ് എന്ന് പറഞ്ഞു. ചെന്നൈ എയർപോർട്ടിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ തമിഴ് ആളുകൾ വന്ന് വളരെ സീരിയസ് ആയിട്ട് ഈ പ്രോഗ്രാം അവർ വിടാണ്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊരു വലിയ സന്തോഷമല്ലേ? അല്ല, യൂട്യൂബിൽ ഇത് കാണാത്ത ഒരു സംഭവം അവര് നമ്മളെക്കാളും കൂടുതൽ ഈ പ്രോഗ്രാമിനെ പേര് അവർക്ക് അറിയാം. വളരെ ചിലതൊക്കെ ചോദിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മറന്നുപോയി. അവർക്ക് അത്ര ഡീറ്റെയിൽ കാര്യം എല്ലാവരുടെ മനസ്സിൽ ഇതിങ്ങനെ ശ്വാസം പോലായി ഈ പ്രോഗ്രാം പറഞ്ഞാൽ. അപ്പൊ വെച്ചടി കേറി വാ ഭഗവാനേ, തുടങ്ങിയാലോ? പിന്നെ തുടങ്ങാം. നമുക്കൊരു ഇത്ര സന്തോഷത്തിൽ നിൽക്കുന്നോണ്ട് ഒരു കോമഡി പെർഫോമൻസ് കാണാം അല്ലേ? നമ്മുടെ ആര്യക്കുട്ടനാണ് സുന്ദരനായിട്ട് നിൽക്കുന്നത്. ഇന്ന് വരുമ്പോ കണ്ടോണം, ഭയങ്കര സുന്ദരനായിട്ടാണ് നിൽക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ആര്യ. ആര്യ കുഞ്ഞെ, എന്തോ എന്തുകൊണ്ട് സുഖമാണോ? ആ സുഖം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? പൂച്ച 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 പെണ്ണ്. ഓ, വേണി ഇഗ്നീഷ്യസ് അല്ലേ? ആ, ഇതാരാ ഈ പാട്ട് സെലക്ട് ചെയ്തെന്ന് കുഞ്ഞിന്? അമ്മ സെലക്ട് ചെയ്തിട്ട് ഗ്രൂമേഴ്സിന് അയച്ചു കൊടുത്തു. ഈ പൂച്ചയുടെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ നിന്റെ പട്ടി കടിക്കാൻ ഓടിച്ചു എന്ന് ഞാൻ കേട്ടു, സത്യമാണോ? ആ സത്യം. പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ പൂച്ച പറ്റി അത്രയും പ്രകീർത്തിച്ച് പാടുന്നത്? അത് ഇപ്പൊ ഒന്നുമല്ലേ കടിച്ച, പിന്നെ കടിച്ചോ? അല്ലേ അള്ളി. അള്ളിയോ? പട്ടി ഹള്ളി, പുതിയ അനുഭവം. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോ പട്ടി ഇങ്ങനെ നോക്കി എന്നെ ഒന്ന് കുരച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഒരു കല്ലെടുത്ത് എറിയാന്ന് വെച്ചാൽ കല്ലെടുത്ത് എറിഞ്ഞിട്ട് പട്ടി കൂസലില്ല ഇങ്ങനെ. ശരത്തങ്കിളിന് വേറൊരു കഥ അറിയോ? MG അങ്കിളിനോട് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാക്ക ഉണ്ടായിരുന്നു. കൊറേ കാക്കകൾക്ക് അറിയോ ആ കഥ? ഇല്ലല്ലോ, അത് വഴിയെ പറഞ്ഞുതരും MG അങ്കിൾ. വലിയൊരു കഥയാണ്. വലിയ കഥയൊന്നുമല്ല. അത് കൊറേ നാള് എന്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ ഈ എയർ ഗണ്ണുണ്ട്, പണ്ടേ വാങ്ങിച്ചു വെച്ച് എയർ ഗണ്ണാണ്, മറ്റും നീളത്തിലുള്ള. അപ്പൊ അതൊന്ന് തുരുമ്പെടുത്തപ്പോഴത്തേക്ക് ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഇവന്റെ അടുത്ത് കൊടുത്തപ്പോ ഇവനെ എല്ലാം റെഡിയാക്കിയിട്ട് അതിനകത്തൊരു പില്ലറ്റ് പോലിട്ടു. അപ്പൊ ഞാൻ അവിടെ നിന്നപ്പോ ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കിയപ്പോ ഇവൻ ഒരു കാക്കയെ നോക്കി ടകയെന്ന് എഴുതി വെച്ചു. ഇവൻ നേരെ ഇതും കൊണ്ട് അങ്ങ് അകത്തോട്ട് പോവുകയും ചെയ്തു. കാക്ക നോക്കിയപ്പോ ഞാനാണ് അവിടെ നിൽക്കുന്നത്. ഇന്ന് വരെ എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും എന്റെ തലയെ കൊത്താൻ വരും കാക്കയ്ക്ക് പ്രശ്നമായി കുടുംബപരമായിട്ട്. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എറണാകുളത്ത് നടന്ന ഒരു സംഭവം, ഞാൻ ട്രിവാൻഡ്രത്ത് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു കാക്ക വന്ന് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ നോക്കും, എന്നിട്ട് പിന്നെ ഗ്രൂപ്പായിട്ട് വരും. ഇത് കാക്കകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കാണും, ഫോട്ടോ ഉൾപ്പെടെ ഇവനെ കൊത്തിക്കൊന്ന്. ഇല്ല, കാക്കയ്ക്ക് അപാര ബുദ്ധിയാണ്, ഭീകര ബുദ്ധിയുള്ള ഒരു ഐറ്റമാണ്. അത് നമ്മുടെ കാക്കയെന്ന് പറഞ്ഞു ഒരു നിവൃത്തിയില്ല. ഇപ്പൊ നടക്കാൻ പോകാനൊന്നും പറ്റില്ല. മീനുട്ടി മക്കളെ, ഇവൻ കഥ പറഞ്ഞ് തീർന്നില്ലല്ലോ കുഞ്ഞ്. പട്ടി ഓടിയെങ്കിൽ എന്റെ പുറത്തെ അടിയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചു മാറ്റി ഇവിടെ അള്ളു കിട്ടി. നഖം കൊണ്ട് കുത്തി വെച്ചോ? കുത്തിയൊന്നും വെച്ചില്ല. അതെന്താ? പട്ടിയെ കുത്തി വെച്ചോന്നാ ചോദിച്ചത്. അല്ല, നീ പോയി കുത്തി വെക്കണ്ടായിരുന്നോ? ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ല. ചേട്ടൻ മഞ്ഞപ്പൊടി ഇട്ടു. ഇപ്പൊ എത്ര ദിവസമായി? അത് കിടന്നിട്ട് ഒരു 3-4 മാസമായി. 3-4 ദിവസമേ ആയുള്ളല്ലേ? 3-4 മാസമായി. അപ്പൊ കുഴപ്പമില്ല. ഒരു 10 ദിവസത്തിനൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി.